അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 തുടങ്ങി 11. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീലപൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയെ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ്. പലരുടെ വിചാരം ഇവിടൊക്കെ പത്രോസ് അവരെ ശപിക്കുന്നു, അതുകൊണ്ട് അവർ മരിക്കുന്നു എന്നൊക്കെയാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇവിടെ, പത്രോസ് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ബുദ്ധി വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാകുന്നു. സൃഷ്ടിതാവ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ ഒന്നും ദോഷമുള്ളതല്ല. ഒന്നും തിന്മയ്ക്കല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക്. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്ന എല്ലാ നല്ലതാനും നിറഞ്ഞ കൃപയൊക്കെ അല്ലെങ്കിൽ നല്ല ഇതെല്ലാം ഉയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിന്. അപ്പൊ സ്വർഗീയ പിതാവിന്റെ തിന്മയില്ല. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവത്തിന് മുമ്പിൽ നീതികേട് വരുത്തില്ല. നമ്മൾ നേരത്തെ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, മനുഷ്യപുത്രനോട് നിങ്ങൾ ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കും, അല്ലെങ്കിൽ വ്യാജം കാണിച്ചാൽ ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യാജൻ പറഞ്ഞാൽ, ദൂഷണം ചെയ്താൽ ഞങ്ങൾ ക്ഷമിക്കയില്ല എന്ന് യേശു കർത്താവ് ഒരിക്കൽ. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ ബോധമുള്ളവരായിരിക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിന് എന്ന് പറയും, പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞുമൊക്കെ പലതും വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു പ്രവൃത്തി ഇവിടെ ഒരു സിംബോളിക്കായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസത്തെ കാണിക്കുന്ന. കാരണം നമ്മൾ പറയുന്ന സകല വ്യാജത്തിനും സകലതിനും ദൈവത്തിന്റെ ശിക്ഷ നമ്മുടെ മേൽ വരുമെന്നുള്ളതിനൊരു തെളിവായിട്ട്, അല്ലെങ്കിൽ ഒരു അടയാളമായിട്ട്, അല്ലെങ്കിൽ ഒരു വാണിംഗ് ആയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണിത്. കാരണം നമ്മൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന ദൂഷണം അല്ലെങ്കിൽ വ്യാജം ക്ഷമിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ആയിരിക്കും അതിന്റെ അവസ്ഥ, അല്ലെ അത് എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൺമുമ്പിൽ കാണിച്ചു തന്ന ഇൻസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് സർവ്വസഭയ്ക്കും ഭയമുണ്ടായി. സർവ്വസഭയ്ക്കൂടെ ഭയം വരുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ യേശു കർത്താവിനെ മനുഷ്യരുടെ നിർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്, ഉയർത്തവന്റെ മേലിരിക്കുന്ന ആത്മാവ്, ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഉയർത്തവന്റെ ആത്മാവ്. അപ്പൊ ആത്മാവിന്റെ ശക്തി, പവർ എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആത്മാവിനെ അറിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം പറയുമ്പോഴായിരിക്കും, അയ്യോ മിനി സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് സാറാമ്മ സിസ്റ്റർ കേൾക്കുന്നത്. പക്ഷേ ഞാനത് പറയുന്നതിന് മുമ്പേ ഞാൻ എന്താ പറയാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനറിയാം. ആത്മാവ് സകലത്തെയും വിവേചിക്കുന്ന ആത്മാവാ. ആത്മാവ് സകലത്തെ ആഴങ്ങളെ ആരായുന്ന ആത്മാവ്. ആത്മാവിന് മറവായിട്ട് ഒന്നുമില്ല. സർവ സൃഷ്ടിയും അതിന്റെ ആത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം അതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കാരണം ഇവിടെ പത്രോസിനല്ല റോള്.
പത്രോസിനല്ല റോൾ. പത്രോസ് ഹാലേലിയ അവൻ ഇപ്പൊ ആഗ്രഹിച്ചാലും പരിശുദ്ധാത്മ പ്രവൃത്തി അവിടെ നടക്കും. ഹാലേലിയ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ അവിടെ ആദ്യമൊക്കെ നമുക്ക് കാണുന്നുണ്ട് അവിടെ എല്ലാവരും ഏക ഹൃദയമുള്ളവരായ എണ്ണി വിശ്വസിച്ച ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരുടെ തനിക്കുള്ളതെന്ന് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ എല്ലാം സഭയ്ക്ക് കൊടുക്കാൻ ആരും നിർബന്ധിച്ചിട്ടല്ല അവരാരും ചെയ്യുന്ന. അവർ സ്വന്തം തീരുമാനം എടുത്തത്. പക്ഷെ ഇവിടെ രണ്ടുപേരും തീരുമാനം എടുത്ത് അവരുടെ സ്വന്തം വസ്തുവകയായിരുന്നു അവർ വിറ്റത്. അവർ ഈ അല്പം എടുത്ത് മാറ്റി വെച്ച്. അത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റല്ല, നമ്മുടെ മാനുഷ്യ ഭാഷയിൽ തെറ്റല്ല. പക്ഷേങ്കിൽ ഇവിടെ വന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവര് മറ്റുള്ളവരുടെ മുമ്പിൽ ഹാലൻ ആമേ ഒരു വ്യാജം നടിക്കുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാം ഉള്ളതെല്ലാം സഭയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും മുമ്പ് പ്രകടനം കാണിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നു. ഹല്ലേലൂയ. നമ്മള് കാണാൻ അത്തിപ്പഴത്തിന്റെ കാലം പറഞ്ഞാൽ അത്തി എന്തിനാ ശപിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത്തിപ്പഴത്തിന്റെ കാലം എല്ലാം കിട്ടും. അത്തി നിറയെ ഇലയുണ്ടായിരുന്നത് പ്രത്യേകത. ഇലയുണ്ടെങ്കിൽ അത്തിയിൽ കായകൾ ഉണ്ടാകുമെന്നുള്ളത് ഹാലയിലെ ഒരു സത്യമാണ്. അപ്പൊ അവിടെയും അതൊരു സിംബോളിക് ആയിട്ടാണ് യേശു കർത്താവ് ചെയ്തത്. കാരണം നമ്മൾ ഭയങ്കര പ്രകടനമൊക്കെ കാണിക്കും മുമ്പ് ഭയങ്കര പ്രാർത്ഥനയാണോ ഭയങ്കര ആരാധന ഭയങ്കരതാണ്. പക്ഷെ നമ്മളിൽ ദൈവത്തിൻ്റെതായ ഫലമില്ലെങ്കിൽ ഈ കാണിക്കുന്ന കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. ഇത് ശാപത്തിന് ഹാലയിലെ നമ്മള് അതുപോലെ വേരില്ലാത്ത അത് അത്തി നശിച്ച പോലെ നമ്മൾ ഉണങ്ങിപ്പോത്തേ ഉള്ളെന്നല്ല. കാരണം നമ്മുടെ പ്രകടനം പുറമേയുള്ള പ്രകടനമല്ല ദൈവത്തിന് വേണ്ടുന്ന. ആകമേ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഫലമാണ് ദൈവത്തിന്. ആ ഫലമില്ലാതെ നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നുള്ളത് ഒരു സിംബോളിക്കായിട്ട് ദൈവം കാണിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ കാണിച്ചെന്നാണ് ഈ അത്തിയെ ശപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത്തിക്ക് ഫലമില്ലെങ്കിൽ അതിനെ ശപിച്ചെങ്കിൽ, നമ്മളിൽ ഫലമില്ലെങ്കിൽ, നമ്മളിൽ വ്യാജമുണ്ടെങ്കിൽ, ഒരു കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഫലമാണെന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെതാണ്. ഫോഷ്കിന്റെ അപ്പരമായ പിശാച് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാ അഭിഷേകം സഭയോട് ചേർന്ന് സഭയുടെ കൂടെ നിന്ന് സകലം കൊടുക്കാമെന്ന് പറഞ്ഞവർ അവര് കാണിച്ചത് ഫോഷ്കാണ്. അവര് പറഞ്ഞത് ഫോഷ്കാണ്, വ്യാജം പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ചെന്നിട്ട് പിശാചിന് നാവ് കൊടുക്കാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കെ. എത്രയോ പേര് അത് ചെയ്യുന്നുണ്ട്. പുൽപ്പറ്റി കയറി നിന്നിട്ട് ഹാലേലി ഇത് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ചോദിക്കുന്നത്, അവിടെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഇന്ന് പല സഭയ്ക്കുള്ളിലും പരിശുദ്ധാത്മ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞൊന്ന് സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയുടെ അധ്യക്ഷൻ. പരിശുദ്ധാത്മ ദൈവത്തിന്റെയാണ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മ നമ്മൾ എപ്പോഴും പറയും. പക്ഷെ ഇന്ന് പല സഭകളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണോ? ആത്മാവിലാണോ സഭകൾ നിയന്ത്രിക്കപ്പെടുന്നത്? അല്ല, മാനുഷ്യമായ ഫീലിങ്സിലാണ് സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനിങ്ങനെ ഒരു കൊച്ചുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പല ദൈവദാസന്മാരും ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ചിൽ ആ ആവശ്യമുണ്ട്, റെന്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ട്, ഇങ്ങനെ ആവശ്യമുണ്ട്, ദൈവമക്കളെ നിങ്ങൾ തരണമേ 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 എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടത് ചോദിക്കേണ്ടി വരുന്നതെന്നറിയും? ഒരു സിമ്പിൾ ആൻസർ ഞാൻ പറയാം. കാരണം അവര് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ചോദിക്കുന്ന സഭ ആരുടേതാണ്? അവിടെ വേലയ്ക്ക് വെച്ചിരിക്കുന്ന ആരാണ്? ദൈവമാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ദൈവത്തിന്റെ സഭയാണെങ്കിൽ ദൈവമാണ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ ഈ സഭയുടെ നടത്തിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാന്നറിയാം? അത് ദൈവത്തിനാണ്. ആ റെസ്പോൺസിബിലിറ്റി ദൈവത്തിന് കൊടുക്കാതെ സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാ തായോ 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 എന്ന് പറയേണ്ടി വരുന്നത്. ദൈവത്തിന് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. പരിശുദ്ധാത്മന്റെ കയ്യിലേക്ക് സഭയുടെ നടത്തിപ്പ് കൊടുക്കുകയാണെങ്കിൽ ആരോടും ചോദിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ഹല്ലേലൂയ. എന്താ അതിന് കാരണം എന്താ പറയാ? എന്റെ പൊന്നു സിസ്റ്ററെ, നമ്മൾ എത്ര ചോദിച്ചാലും ദൈവ ഹൃദയത്തിൽ തോന്നിക്കുന്നതാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ദൈവം ഇടപെട്ട അവിടെ കൊണ്ട് കൊടുക്കും, അല്ലേ? കാരണം അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എനിക്ക് ഒരാളിപ്പോ എന്തെങ്കിലും കാശ് തരണമെന്ന് വിചാരിച്ച് ഞാനിപ്പം ചോദിക്കുന്നില്ല എങ്കിൽ പോലും എനിക്ക് അനേകര് അയച്ചു തരാറുള്ളൂ. അതെന്താന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നതുകൊണ്ട് അയച്ചു തരണം. ഇപ്പൊ എനിക്കിപ്പോ ആരും തരുന്നില്ലെന്ന് വെച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അയ്യോ അവരെനിക്കിപ്പോ ഒന്നും സഹായിക്കുന്നില്ലല്ലോ, ഒന്നും തരുന്നേ ഇല്ല. എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവരോട് ദൈവം ഇടപെട്ട് പറഞ്ഞാൽ അവരയച്ചിരിക്കും. ദൈവം ഇടപെട്ടാൽ അവർ ചെയ്തിരിക്കും. ഇനിയിപ്പോ ദൈവം ഇടപെടുന്നില്ല, ഞാൻ ചോദിച്ചാലും അവർ ചെയ്യത്തില്ല. ഹാലേ, അതാണ് സത്യം.
അതെനിക്ക് പരിശുദ്ധാത്മയും വെള്ളം നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ അമ്മയോട് ഒന്ന് പൈസ തരാഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു സത്യം അത്. അതൊരു മാർമിക സത്യമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരോടും തന്നില്ലെന്ന് വെച്ച് ദേഷ്യം ഉണ്ടാകത്തില്ല, തരാനൊട്ട് പറയത്തുമില്ല, ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാത്തതുകൊണ്ടാ മാനുഷ്യമായി കിടന്ന് ചോദിക്കേണ്ടി വരുന്നത്. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തു. ഇവിടെ നമുക്ക് ഈ ഭാവം ഒന്നുകൂടെ കൃത്യമായിട്ട് ഇവിടെ പ്രബോധനപുത്രൻ അർത്ഥമുള്ള ഭർണബാസ് അപ്പോസ്തലന്മാർ മറുപടിച്ച് കുപ്രസ്ഥ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കൊരു നിലം വിറ്റ് പണം കൊണ്ട് അപ്പോസ്തലന്മാരെ കാൽക്ക വെച്ചു. അവിടെ ഓരോരുത്തർ ചെയ്ത കാര്യം പറഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ ലാസ്റ്റ് വാക്യം വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ സഫീരയോട് കൂടി നിലം വിറ്റു. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു നിലം വിറ്റു. ഹല്ലേലൂയ, ആമീൻ. അവിടെ ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചു. അപ്പൊ ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച ശേഷം ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചു. പറച്ചിലെന്താ? നിലം വിറ്റ പൈസ മൊത്തം സഭയിലേക്ക് കൊടുക്കുക. ഹാലയിലെ സാറാമ്മ സിസ്റ്റർ ഇപ്പൊ പറയാ, മിനി സിസ്റ്ററെ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം സഭ പണിയാൻ വേണ്ടിയിട്ട് ദൈവമൊക്കെ പറഞ്ഞു. പക്ഷേ സഭ പണിയിലൊന്നും ഇപ്പൊ നടക്കാൻ ഞാൻ കാര്യം തീരുമാനിച്ച് ഈ സ്ഥലം ഞാനങ്ങ് വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ട് നമ്മുടെ സഭയിലേക്ക് കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി സിസ്റ്റർ, എന്നാൽ ദൈവാത്മാവ് തോന്നിപ്പിച്ചാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. സ്ഥലം വിറ്റപ്പം 1 കോടി രൂപ കിട്ടി. സാറാമ്മ സിസ്റ്റർ അതിൽ നിന്ന് ഒരു 60 ലക്ഷം 70 ലക്ഷം എടുത്ത് കൈ വെച്ചിട്ട് കൊണ്ടുവന്ന് ഒരു 30 ലക്ഷം രൂപ കൊണ്ടുവന്ന് എന്താ പറയാ ദേവദാസനെ കൊടുത്ത. ദേവദാസനെ ഇതാ ഞങ്ങൾ ആ സ്ഥലം വിറ്റ് കിട്ടിയ കാശാ, ഇത് സഭയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പം അതിനകത്ത് സ്ഥലം വിറ്റ് കിട്ടിയ കാശായത്. എന്താ പറയുന്നത്? സ്ഥലം വിറ്റ് കിട്ടിയ കാശ് എന്ന് വെച്ചാൽ സ്ഥലം വിറ്റപ്പോ കിട്ടിയ തുക ഇത്രയാണ്. ഇത് പിടിച്ചു. എത്രയാ യഥാർത്ഥത്തിൽ കിട്ടിയത്? അതിന് 70% എടുത്തു മാറ്റിയിട്ട് ഒരു 30% അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നല്ലൊരു അംശം എടുത്താൽ മാറ്റി. ഇവിടെ കുറച്ചെടുത്ത് മാറ്റി നല്ല എഴുതിയേക്കുന്നത്. വായിച്ചാൽ കൃത്യമായിട്ട് വാക്യം വായിച്ചാൽ മനസ്സിലാകും. അവയെ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്നു. പറഞ്ഞതെന്താ? നിലം വിറ്റ കാശ് മറ്റുള്ളവരെല്ലാം അവർക്കുള്ളത് വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചപ്പോ രണ്ടുപേരുടെ കൂടിയിട്ട് അപ്പൊ അവർക്കത് ചെയ്യാതിരിക്കായിരുന്നു. അത് പാപമല്ലായിരുന്നു, അത് വിൽക്കണ്ടായിരുന്നു, കൊടുക്കണ്ടായിരുന്നു. കാരണം പക്ഷെ ഇവിടെ ചെയ്തേക്കുന്ന തെറ്റെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. എന്താ? ഞങ്ങളും ഇതൊക്കെ വിറ്റ് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഭാഗം എടുത്ത് മാറ്റിയിട്ട് അല്പം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ദൈവത്തെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. ആര്? പത്രോസിനെ അല്ല ഇവിടെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. അവർ പത്രോസിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പത്രോസ് എന്ന അപ്പോസ്തലനായിട്ട് അവർ മുമ്പ് നിൽക്കുമ്പോൾ പത്രോസിൻ്റെതല്ല സഭ. അന്നത്തെ കാലത്ത് ആരും സ്വന്തം സഭയെന്നല്ല പറഞ്ഞിരുന്നത്. ഇന്നത്തെ കണക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട പേര് വിട്ട് രജിസ്ട്രേഷൻ വിട്ട് വരുന്ന വരുമാനം എല്ലാം സ്വന്തമായിട്ട് എടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന സഭയല്ല അന്നത്തെ സഭ. അന്നത്തെ സഭയുടെ അതോറിറ്റിയും കൂടെ മനസ്സിലാക്കണം. ആ എടുത്ത് പത്രോസിൻ്റെതല്ല സഭ. അവിടെ കിട്ടുന്ന പൈസ പത്രോസ് അല്ല കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ ഓരോ കാര്യങ്ങൾക്കും അത് പൊതുവകയായിരുന്നു. ആരും കുട്ടിയുള്ളവരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അത് പൊതുവക സഭയിലുള്ള ഓരോരുത്തർക്കും വേണ്ടി. അപ്പൊ പത്രോസ് അല്ല സഭയുടെ പത്രോസിൻ്റെതല്ല സഭ. പത്രോസിന് സഭയിലേക്കും അല്ല ഇവർ കൊണ്ടുകൊടുത്തത്. പക്ഷെ പത്രോസ് ആയിരുന്നു അപ്പോസ്തലനായതുകൊണ്ട് ആദ്യത്തെ അപ്പോസ്തലനായത് പത്രോസിന്റെ കാൽക്കൽ കൊണ്ട്. അപ്പൊ കൊണ്ടുവന്നപ്പോ തന്നെ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും ഏലീശ പ്രവാചകൻ ഗേഹസിയോട് ചോദിക്കുന്നത്, ഗേഹസി നീ എവിടെ പോയിട്ടാ വരുതെന്ന് ചോദിക്കുന്നതാണ്. ഗേഹസി ഞാൻ എങ്ങും പോയില്ല. അപ്പൊ ഏലീശ അപ്പൊ നീ പോയപ്പോ നിന്റെ കൂടെ എന്റെ ഹൃദയം വന്നു, അല്ലെങ്കിൽ ആത്മാവ് വന്നത് നീ കണ്ടില്ലായിരുന്നോ? നീ അവിടെ പോയിട്ട് എന്താ പറയാ കൂടെ പുറകെ പോയിട്ട് കാശ് ചോദിച്ചപ്പോഴും പണം ചോദിച്ചപ്പോഴും ഇത് ഞാൻ ഇവിടെ നിന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചു. കാരണം പരിശുദ്ധാത്മാവ് സകലത്തെയും അറിയുന്ന ആത്മാവാണ്. അന്ന് ഗേഹസിക്ക് എന്താ പറ്റിയത്? നൈമാൻ കൊണ്ടുവന്ന പണത്തോടൊപ്പം കുഷ്ഠം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടെ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാ? ദ്രവ്യ ആഗ്രഹത്തിനെയാണ് അവിടെ ഏലീശ ആ വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ ശാസിക്കുന്നത്. കാരണം ഏലീശ കാണിച്ചു കൊടുത്ത മാതൃക, ഏലീശയുടെ ശിഷ്യൻ അത് കപടത. അവിടെ ചെന്ന് കള്ള പറയുന്നത് എന്താ? ഇപ്പൊ 2 ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി തരണമേ എന്ന് യജമാനൻ പറഞ്ഞയച്ചു അല്ലേ? അവിടെ ചെന്നിട്ട് എനിക്ക് ഇച്ചിരി കിട്ടിയാൽ കൊള്ളായിരുന്നു, കൊണ്ടുവന്നിട്ട് ഞാൻ കഷ്ടതയാ, പുള്ളിക്കാരൊന്നും വാങ്ങത്തില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞ് വാങ്ങിച്ച പ്രശ്നമില്ല. അവിടെ പോയി കള്ളം പറഞ്ഞ് വാങ്ങും.
അതുകൊണ്ടാ നിയമം കൊണ്ടുവന്ന് കുഷ്ഠം കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ദ്രവ്യാഗ്രഹത്തെ കുറിച്ച്. അവിടെയൊക്കെ ദ്രവ്യാഗ്രഹത്തെയാണ് ശാസിക്കുന്നത്, അല്ലെ ദ്രവ്യാഗ്രഹത്തിനെതിരെയാണ് പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ വരുന്നത് മനുഷ്യരിലൂടെ. ഹാലേ ഇവിടെ അതുപോലെ നാം തടുത്ത് വെച്ച് എന്നിട്ട് വെച്ച് അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞു പോവും. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ച്. അപ്പോഴും പത്രോസ് അനന്യാസിനോട് കൃത്യമായി ചോദിക്കുന്നതാണ്, ഇത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷം നിന്റെ തന്നെയല്ലയോ? അല്ല വിറ്റ ശേഷമാണെങ്കിലും വന്നിട്ട് പറയായിരുന്നു, അപ്പൊ ഞാൻ നിലം വിറ്റ് കുറച്ച് ഞാൻ എടുത്ത് അത് ബാക്കി ഇത്രയും പൈസ ഞാൻ സഭയ്ക്ക് തരാം. ആരും പറയത്തില്ല നീ മൊത്തം തരണമെന്ന് പറയത്തില്ലായിരുന്നു. പക്ഷെ അവിടെയും സാത്താൻ അവരുടെ ഹൃദയത്തെ കവർന്നു, വ്യാജം കാണിക്കൽ. അങ്ങനെയാണ് ചോദിക്കും, യേശു കർത്താവിന്റെ കൂടെ നടന്ന യൂദ കള്ളത്തരം കാണിച്ചിരുന്നില്ലേ? യേശു കർത്താവ് ശപിച്ചില്ലല്ലോ, അല്ലെങ്കിൽ യേശു കർത്താവ് വഴക്ക് പറഞ്ഞില്ലല്ലോ, ശാസിച്ചില്ല. എന്താ? പക്ഷെ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിനോട് വ്യാജം കാണിച്ചാൽ, ദൂഷണം ചെയ്താൽ വ്യാജം കാണിച്ചാൽ ക്ഷമിക്കും. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനോട് കാണിച്ചാൽ ക്ഷമിക്കപ്പെടുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പിന്റെ ആത്മാവാണ്. നമ്മൾ ആ ആത്മാവിനെ അങ്ങോട്ട് എന്താ പറയാ, അത് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന സകല സൃഷ്ടിരം നമ്മള് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ആ ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന ആ ആത്മാവ് എത്രത്തോളം എന്താ പറയാ, എനിക്കത് പറയാൻ പറ്റും, എത്രത്തോളം പവർഫുൾ ആണെന്ന്. സുനാമി ഒന്നും അല്ല. നമ്മളിപ്പോ കാണുന്ന ഏറ്റവും വലിയ പവർഫുൾ ആയിട്ട് ഒന്ന് അടിച്ചു കയറ്റി കൊണ്ടുപോയി സുനാമിയെ കുറിച്ച് നമ്മൾ പറയണ്ട. സുനാമി പവർ എന്നൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക്സിലൊക്കെ പറയുന്നത്. ഒന്നും അല്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പം, ആ പവർ എന്ന് പറയുമ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ആ പരിശുദ്ധാത്മാവിന്റെ വ്യാജം ചെയ്ത് അപ്പൊ ഇവിടെ ചോദിക്കുന്ന നീ വിൽക്കുന്ന മുമ്പ് നിന്റേതായിരുന്നു, വിറ്റ ശേഷം നിന്റേതായിരുന്നു. ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി സാത്താൻ നിന്റെ ഹൃദയം കവർന്നത് എന്താ? അപ്പൊ ഇത് നീ സാത്താന്റെ വശീകരണത്തിൽ പെട്ടിട്ട് അത് വന്നിട്ട് ആ ഫോഷ്ക്ക് എന്ന് വെച്ചാൽ പിശാജ് അനന്യാസിനെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിന്റെ മുമ്പ് നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ നോക്കി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ സാറാമ്മ സിസ്റ്റർ ഒരു കള്ളം പറഞ്ഞാൽ അതെന്താ സംഭവിക്കും? ഞാൻ എപ്പോഴും പറയും, ഒരു കള്ളം നമ്മൾ തൽക്കാല നേട്ടത്തിന് ഒരു കള്ളം പറയും പോലെ നമ്മുടെ നാവിനെ അല്പസമയത്തേക്ക് പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, നമ്മുടെ ഹൃദയത്തെ പിശാചിന് ഇടം കൊടുക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവിടെ ചെന്ന് ഞാനിപ്പോ ഇവിടെ ഏതാണ്ട് പറയാം, ഞാനെങ്കിൽ സിസ്റ്ററെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോ ഉണ്ടല്ലോ ഒരു കിടപ്പ് രോഗി ചാടി എണീറ്റ് ഓടി കേട്ടോ എന്നൊക്കെ പറഞ്ഞാല് ഇതെന്താന്ന് വെച്ചാ ഇത് കള്ളവാ, ഇത് ഫോഷ്കാ. ഇത് എന്തിനെ പറ്റിക്കുന്നത്? ഇത് ആരെ കുറിച്ചാ ഫോഷ്ക പറയുന്നത്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സൗഖ്യമാകുന്ന പരിശുദ്ധാത്മാവിലൂടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടെ കള്ളനാക്കുക ഞാൻ ചെയ്യുന്നത്. അല്ലെ പരിശുദ്ധാത്മാവ് പറയുന്ന സിസ്റ്റർ ഇന്നതുപോലെ പരിശുദ്ധാത്മ ഇടപെടുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവ് കഥ ഞാൻ പറയാം. പരിശുദ്ധാത്മ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടന്നിരിക്കും, അവിടെ വിടുതൽ നടന്നിരിക്കും. പക്ഷെ പരിശുദ്ധാത്മ പറയാത്ത നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ റെസ്പോൺസ്. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞിട്ട് കാര്യം ചെയ്താൽ പരിശുദ്ധാത്മ റെസ്പോൺസ്. ഒരു കൊച്ചിനോട് നമ്മൾ സൗഖ്യമാകും അല്ലെങ്കിൽ വിടുതലാണെന്ന് പറഞ്ഞ എനിക്കല്ല റെസ്പോൺസിബിലിറ്റി, പറയിപ്പിച്ച പരിശുദ്ധാത്മ റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ വ്യാജം പറഞ്ഞു. അവിടെ പത്രോസ് ചോദിക്കുമ്പോഴെങ്കിലും അനന്യാസിന് പറയാമായിരുന്നു, ഇന്നതാണ് അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയും. ഇവിടെ പറയുന്നത് എന്ത് വിറ്റ ശേഷം നിന്റെ കൈവശമല്ല, ഈ കാര്യം നീ മനസ്സ് വെച്ചത് മനുഷ്യരല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാവും. കാരണം പത്രോസ് സംസാരിച്ചു കഴിയുമ്പോൾ അന്യാസിന് സംസാരിക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെ മിണ്ടുന്നില്ല. അവിടെ ഒരു ആൻസറും പറയുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, മനുഷ്യരല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. കാരണം സകലത്തെയും അറിയുന്ന ദൈവം. ഞാൻ അടുത്ത നിമിഷം അടുത്ത മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പോകുന്ന, എന്ത് ചെയ്യും, എന്ത് പറയുമെന്ന് അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ കുറിച്ച് കണ്ടു. അപ്പൊ അന്നേരമാണ് മനുഷ്യ നീ വ്യാജം എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. പത്രോസ് പറഞ്ഞ നീ ചത്തുപോട്ടെ, നിന്റെ മഴ നശിച്ചു പോട്ടെ, നീ ഇതോട് തീർന്നു പോട്ടെ, നീ ഇങ്ങനെ ചെയ്തോട്ടെ എന്തെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പത്രോസ് ശപിക്കുന്നതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ? ഇല്ല. പത്രോസ് അവിടെ ശപിക്കുന്നില്ല. പത്രോസ് കൃത്യമായിട്ട് കാര്യം പറയണം. കാരണം അന്ന് 1-ാം നൂറ്റാണ്ടില് സഭ സ്ഥാപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ.
സഭയിൽ പലരും വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന, അന്ന് ഈ കള്ളത്തരം കാണിച്ചത് ഇവരെ ആര് കള്ളം കാണിച്ചാലും മനുഷ്യരത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഞാൻ പറയുന്നത് പലപ്പോഴും പലയിടത്തും എന്താ പറയാ, ആൾക്കാരെ കൊണ്ടുവന്ന് കള്ളസാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, പറയിക്കുന്നവരുടെ ചിന്ത എന്താണ്? ഇത് ആരും അറിയത്തില്ല, അല്ലെ പൂച്ച പാല് കട്ട് കുടിച്ച് ആരും കാണത്തില്ലെന്ന് വിചാരിക്കുന്ന നടക്കണ്ട്. പക്ഷേ ഇത് അനേകര് കുത്തിപ്പറക്കി എടുത്ത് കൊണ്ടുവന്ന് അവൻ വിളിച്ചത് കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ അറിയുന്നതും ഇത് എല്ലാവരും ഒരു പരിഹാസമായി മാറുന്നത്, അല്ലേ? ഇവിടെ ഇപ്പം ഇത് സംഭവിച്ചില്ലെങ്കിൽ ഇത് മറ്റുള്ളവർ അറിയും. എന്താ അറിഞ്ഞിട്ട് അവർ നാളെ വ്യാജം കാണിക്കാൻ തുടങ്ങും. അപ്പൊ ഇന്ന് എന്തുകൊണ്ടാ അനേകർ കള്ളസാക്ഷ്യം പറയുന്നതും കള്ളത്തരം കാണിക്കാനായിട്ട് മനസ്സ് വെക്കുന്നതിന് കാര്യം എന്താ വെച്ചാൽ, ഇത് ഭയമില്ല. ദൈവത്തെക്കുറിച്ച് ഭയമില്ല, ദൈവത്തിന്റെ ആത്മാവിനെ ഭയമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇതെവിടെയാ സംഭവിക്കുന്നത്? ദൈവസഭയ്ക്കുള്ളവർ സംഭവിക്കുന്നത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ അതിനങ്ങ് വിട്ടുകൊടുത്താൽ എങ്ങനെയായിരിക്കണം ആ സഭയുടെ പോക്ക്? എങ്ങനെയായിരുന്നു? ഇന്ന് നമ്മൾ കാണുന്ന നമുക്ക് സുവിശേഷം ഇത്ര വ്യാപരിക്കുക. ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ ഒരു ഹാലേലി ആ ഒരു ശ്രേഷ്ഠത അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോലും, മറ്റുള്ളവരിപ്പം മാനിക്കുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും മാനിക്കുന്ന അനേകരുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അധികം മാന്യതയില്ല. ഞാൻ പറയാം, അറബ് നാട്ടുകളൊക്കെ ചെന്ന് നോക്കിയേ, നമ്മൾ ബോണഗേനാന്ന് പറഞ്ഞു നോക്കിയേ, അറബികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, അവർക്ക് ഭയങ്കര വിശ്വാസം പിന്നെ ബോണഗേൻ എന്ന് കേട്ട് കഴിഞ്ഞു. കാരണം അവർക്കറിയാം ബോൺ അഗെയിൻ ആയിട്ടുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികൾ കള്ളം ചെയ്യത്തില്ലെന്ന്. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക്, അല്ലെ ദൈവസഭയ്ക്കുള്ളിലുള്ളവർക്ക് ആ ബോധമില്ലെങ്കിലും അന്യരാജ്യങ്ങളിൽ ജാതികളായിട്ടുള്ളവർക്ക് ആ ബോധമുണ്ട്. ബോൺ അഗെയിൻ ക്രിസ്ത്യാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റെസ്പെക്ട് കൂടുതലാണ് നമ്മളോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളത്തരവും കപടതയും ചെയ്യാത്തവരാണെന്ന് അവർക്ക് നല്ല ബോധ്യം. അതുകൊണ്ട് ഇവിടെ അത് തന്നെയാ. അത് കഴിഞ്ഞിട്ട് ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ചീഴ പൊതിഞ്ഞ് പുറത്തു കൊണ്ട് കുഴിച്ചിട്ട്. അതും അടുത്ത ചോദ്യമാണ്. ഒരു ഭർത്താവ് മരിച്ച ഭാര്യ അറിയിക്കണ്ടേ? ഭാര്യ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? പിന്നെ എന്തിനാ അങ്ങനെ കുഴിച്ചിട്ടത്? ഹല്ലേലൂയ. അന്നത്തെ സഭയുടെ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ അറിയണം. ഇന്നത്തെ കണക്ക് ഏതെങ്കിലും പാസ്റ്റ് പറയുമ്പോൾ തലയും തിരിച്ചു പോകുന്ന വിശ്വാസികളല്ല അന്നത്തെ സഭ. അന്നത്തെ സഭയ്ക്ക് ഭയങ്കര അതോറിറ്റി ആയിരുന്നു. കാരണം അവിടെ സഭ എന്ത് തീരുമാനിച്ചാലും അത് തീരുമാനമായിരുന്നു. ഹല്ലേലൂയ. അവിടെ അവിടെ ഓരോ കാര്യം നമ്മൾ കാണുന്നത്. ഇന്നത്തെ ആരെങ്കിലും ഉള്ളതെല്ലാം വിറ്റുകൊണ്ട് സഭയിലെ എല്ലാം കാൽക്ക് കൊണ്ടുവെക്കുക സിസ്റ്ററെ? എന്താ ഇന്ന് സെൽഫാണ് എല്ലാവരും. സെൽഫിഷ് ആയിരിക്കാം, സെൽഫിന്റെ ചുടമ സെൽഫിഷ് ആയിരിക്കാം. അപ്പൊ സ്വന്തം ഞാൻ എനിക്ക് ഇതാണ് എന്താ വെച്ചാൽ. പക്ഷെ അന്ന് അവിടെ സ്വന്തമല്ല, പൊതുവായിരുന്നെങ്കിൽ സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബം ആ സഭയാണ്. ഭാര്യയ്ക്കല്ല ഭർത്താവിന്റെ മേൽ അധികാരം, ഭർത്താവിനല്ല ഭാര്യയുടെ മേൽ അധികാരം എന്ന് പറയുന്ന കണക്ക് സഭയിൽ മെമ്പറായി കഴിഞ്ഞാൽ, സഭയിലെ അംഗമായി കഴിഞ്ഞാൽ പിന്നെ സകല അതോറിറ്റി നമ്മുടെ മേൽ സഭയ്ക്കാണ്. നമ്മൾ സഭയിലെ അംഗമെന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ അംഗമായി ജോയിൻ ചെയ്യാം. അതുകൊണ്ട് അവരെ വിറ്റുപോലും അവിടെ കൊണ്ട് കൊടുക്കുന്ന കാര്യം. കാരണം പിന്നെ അവരെ കടപ്പും കുടുപ്പും ഭക്ഷണം കഴിക്കലും ഒരുമിച്ച് സഞ്ചരി ഇതെല്ലാം ഒന്നിച്ച് അവിടെയാണ്. അപ്പം ഭാര്യയ്ക്കല്ല അവരുടെ മേൽ അവകാശം. അന്നത്തെ കാലത്ത് സഭയാ തീരുമാനങ്ങൾ എടുക്കുന്നത്. സാറാമ്മ സിസ്റ്റർ മോള് പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന സാറാമ്മ സിസ്റ്റർ അല്ല, അന്നന്ന് സഭയാ തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. സഭയുടെ തീരുമാനങ്ങൾ. അപ്പൊ സഭയ്ക്കാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പറ. അതുകൊണ്ടാ സഭ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മരിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്. അത് ശീല പൊതിഞ്ഞ് യഥാർത്ഥമായിട്ട് എങ്ങനെയൊക്കെ അടക്കണം അങ്ങനെ തന്നെ കൊണ്ടുവരണം. വെറുതെ കൊണ്ട് കുഴിച്ചിട്ടൊന്നും അല്ല ചെയ്തത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പം ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചു ഒന്നും അറിയാതെ അകത്ത് വന്നു. പുള്ളിക്കാരി അറിഞ്ഞിട്ട് പോലും ഇല്ല ഭർത്താവ് മരിച്ചതും കുറിച്ചിട്ടതും ഒക്കെ. ഹല്ലേലൂയ. അങ്ങനെ ഭാര്യയെ കാണിക്കാതൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും. കാരണം എന്ത് വെച്ചാൽ അന്ന് സഭയുടെ അതോറിറ്റി അങ്ങനെയാണ്. വെച്ചാൽ നമ്മളൊരു സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഞായറാഴ്ച പോയിട്ട് പ്രാർത്ഥന കൂടി തിരിച്ചു പോരുന്നതല്ല. പിന്നെ നമ്മുടെ താമസവും പ്രാർത്ഥനയും കൂട്ടായ്മയും അപ്പം നുറുക്കലും കഴിക്കലും എല്ലാം അവിടെ തന്നെയാണ്. ആരും സ്വന്തം ഭവനത്തിലേക്ക് പോലും പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ തന്നെയായിരുന്നു അവരൊക്കെ. അന്നത്തെ സഭ അത് വളരാൻ കാരണം അത് തന്നെയാണ്. കാരണം നമ്മൾ സഭയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ജീവിതമൊന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? അന്നത്തെ സഭ ഇന്നത്തെ സഭ എന്നുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്റെ കുടുംബം അതാ, എന്റെ വീടതാ, എന്റെ വീട്ടിലുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ് അവിടെ ഉള്ളതെങ്കിൽ അവർക്ക് എന്റെ മേൽ അധികാരം, എന്റെ വീട്ടുകാർക്കല്ല.
കാരണം നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വീട്ടുകാരെ പിടിച്ചു വെക്കുന്ന നടക്ക് നിൽക്കുകയാണ്. പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ എന്താ വെച്ചാൽ യേശുവിനെ ഫോളോ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ സകലത് വിട്ടിറങ്ങിക്കൊള്ളാനാ പറഞ്ഞേ. അപ്പൊ അബ്രഹാമി വിളിക്കുമ്പോ കർത്താവ് ദൈവം പറയുന്നേ, നീ നിന്റെ ബന്ധുക്കാരെയും ചോർച്ചക്കാരെയും ദേശത്തെയും സകലത്തെയും വിടണം. ഇത് തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ സകലത്തെയും വിട്ടിട്ടിറങ്ങണം. സകലത്തെയും വിട്ടിട്ടിറങ്ങിയ പിന്നെ ആ വീട്ടുകാർക്കല്ല എന്റെ പേരിൽ ഞാനിപ്പോ മരിച്ച എന്റെ പേരിൽ അധികാരം എന്റെ വീട്ടുകാർക്ക് ഞങ്ങളുടെ കൊച്ച പാരമ്പര്യം ഞങ്ങളുടെ ചർച്ച കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നോ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു സഭയോട് ചേർത്ത് കഴിഞ്ഞ പിന്നെ സഭയ്ക്ക് എന്റെ മേൽ അധികാരമുള്ളത്. ഞാൻ സഭയുടെ പ്രോപ്പർട്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം നമ്മൾ. പലരും ഞാൻ പറയും ഈ വചനം പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇന്ന് ഞാനിങ്ങനെ രാവിലെ സത്യം പറഞ്ഞിരുന്ന ഷേർലി സിസ്റ്റർ ഓൺലൈൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചേ, ഇന്ന് ഞാൻ മെസ്സേജ് ഒന്നും പറയണം, കടന്നേക്കാം, ഹാലിൽ കടന്നു പറഞ്ഞു. പെട്ടെന്ന് പരിശുദ്ധാൻ എന്നോട് ഞാൻ പറഞ്ഞു മെസ്സേജ് പറയാനായിട്ട് ഇന്നലെ ഞാൻ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചു. പരിശുദ്ധാൻ എന്നോട് പെട്ടെന്ന് എന്നോട് ഉണർത്തി. എന്നിട്ട് പറഞ്ഞു നീ ഭാഗം പ്രസംഗിക്കാൻ പറഞ്ഞു. ഇത് കേട്ടോ ഞാൻ ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ഫ്രഷ് ആയി ഡ്രസ്സ് മാറി ഓടി വന്നേ. കാരണം ഈ ഭാഗം പറയുന്നത് പരിശുദ്ധൻ എന്നെ രാവിലെ പറഞ്ഞ് എന്നോട് ഈ ഭാഗം പറയണമെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ ഈ ഭാഗത്തെക്കുറിച്ച് അല്പം സംസാരങ്ങളുണ്ടായി. ഹാലലിയ. ഞാനൊരു സഹോദരനുമായിട്ട് അല്പം ഇച്ചിരി ആർഗ്യുമെന്റ്സിലേക്ക് എത്തി. ഹാലലിയ. ആമീൻ. പരിശുദ്ധ പത്രോസ് അങ്ങനെ ചെയ്ത കൊള്ള പത്രോസ് ശപിച്ചില്ലത്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. രാത്രി ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചോന്ന് വെച്ചാൽ വായിച്ചു. ഇന്നലെ ഈ ഭാഗം എടുത്തുനിന്ന് വായിച്ചു. എന്നിട്ട് കിടന്നു. പക്ഷെ പരിശുദ്ധന്മാർ രാവിലെ ഉണ്ട് ഈ ഭാഗം സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കയറിയിരുന്ന് സംസാരിക്കുന്നത്. ഹാലലിയ. എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മക്ക് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലിയ. അപ്പൊ അവിടെ ഇതൊന്നും അറിയാതെ സഫീർ അവിടെ പത്രോസ് അവരോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റ് പറക എന്ന് പറഞ്ഞു. അവിടെ സഫീറയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുക. കണ്ടോ? ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് വെച്ചാൽ സഫീറയ്ക്ക് സത്യം പറയാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് അവിടെ. ഹല്ലേലൂയ. പക്ഷെ ഭർത്താവ് മരിച്ചപ്പോ സഫീർ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ സഫീർ സത്യം പറഞ്ഞേരും. കാരണം പേടിച്ചിട്ട്. പക്ഷെ ഭയത്തിലല്ല നമ്മൾ സത്യം സംസാരിക്കേണ്ടുന്നത്. നമ്മൾ ഹാലേലിയ. അവിടെ ഭയത്തെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാജത്തിന്റെ ആത്മാവല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറുമ്പം നമ്മൾ നമ്മുടെ പാരമ്പര്യമല്ല നമ്മളെ ഭരിക്കേണ്ടുന്നത്. പൈശാചി ശക്തികളല്ല നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ ലീഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഗൈഡ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് പാപം ചെയ്താലും നമ്മൾക്ക് മാനസാന്തരം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടെങ്കിൽ ആ നിമിഷം നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ചെറിയ കുറ്റം ചെയ്യുമ്പോൾ ഒരു ചെറിയ കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ നമുക്കൊരു വേദനയാ, പിന്നെ ഒരു സങ്കടമാണ്. എന്തോ ഒരു കയം പോലെ മറ്റുള്ള നമ്മൾ നടക്കുന്നത്. കാരണം എന്താ ഉള്ളം വിങ്ങും നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് പരിശുദ്ധാത്മ നമ്മളെ ഹേമിപ്പിക്കുന്നതായത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധം എന്തിനാ ഇതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മളത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മളത് ഏറ്റു പറയുമ്പം ദൈവം സന്തോഷിക്കുക, ആത്മാവ് സന്തോഷിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കപടതയും കള്ളത്തിലിട്ട് നടക്കാൻ പരിശുദ്ധാത്മ ആഗ്രഹിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മ ഒരു ചെറിയ തെറ്റുകൾ പോലും നമ്മളെ ബോധം വരുത്തി നമ്മളെ കൊണ്ട് അത് ഉപേക്ഷിപ്പിക്കുന്ന വെച്ചാൽ പരിശുദ്ധാത്മ നമ്മളെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ സഫീറയ്ക്ക് അതിന് ചാൻസ് കൊടുക്കുക ചെയ്യുന്നത്. ഇത്രയ്ക്കാണോ നിലം വിറ്റതെന്ന് വീണ്ടും പത്രോസ് ചോദിക്കുന്നു അവിടെ ചെല്ലുമ്പോ. ഹല്ലേലൂയ. അപ്പോഴും അനന്യാസിനോട് ചോദിച്ചു. ചാൻസ് ആയിരുന്നത്. ഹല്ലേലൂയ. സഫീറയോട് ചോദിച്ചു. സഫീറ അപ്പൊ പറയുന്നത് പറ, എന്നിട്ട് നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പൊ അവിടെയും ഒരു ചാൻസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ അത് ഹല്ലേലൂയ പറയുന്നത് കള്ളം പറയുമ്പോൾ അവിടെ കള്ളം പറയും. പത്രോസിന്റെ വാക്ക് അടുത്തത്. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? അപ്പൊ നിങ്ങൾ ആരോടാണ് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. ഹല്ലേലൂയ. അവിടെ ഇവർ രണ്ടുപേരുടെ ചെയ്ത വ്യാജം പത്രോസ് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അവിടെ നിൽക്കുന്ന സഭയിലെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ കേൾക്കത്തക്ക രീതിയിൽ തന്നെ പത്രോസ് പറയാ, നിങ്ങൾ കള്ളം ചെയ്യുമ്പോൾ നിങ്ങൾ കപടത പറയുമ്പോൾ, നിങ്ങൾ ദുഷ്ടത ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയാണ് പരീക്ഷിക്കുന്നത് വെച്ചാൽ കർത്താവിന്റെ എന്ന് വെച്ചാൽ ആത്മാവിനെ ചലഞ്ച് ചെയ്യുക. എന്താ ചലഞ്ച് ചെയ്യുന്നേ? ഞാൻ കള്ളമൊക്കെ കാണിച്ചു, നീ വേണേ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ തെളിയിക്കും കള്ളത്തരമാണെന്ന്. എന്താ പിശാച്ച്
ഹൃദയത്തെ കവർന്ന് വ്യാജം ചെയ്യിക്കുമ്പോൾ പലപ്പോഴും ഇതിന് അടി കിട്ടാതിരിക്കുമ്പോൾ എന്താ പറയുക, പിശാച് പറയാം ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്ന സാറാമസൂട്ട് ഞാനൊരു കള്ളം കാണിച്ചു, ആരും അറിയുന്നില്ല, എനിക്കൊട്ട് ദൈവത്തിൽ നിന്ന് ശിക്ഷയും വരുന്നില്ല, അടുത്ത കള്ളം ചെയ്യാൻ എനിക്ക് പ്രേരണയാകും. അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണോ അവർ വഴിതെറ്റി പോകുന്നത്? അല്ല. അല്ല, ഇപ്പൊ ആദാമിന് ഹവ്വയെ എടുത്ത് തന്നെ ഏതും തൊട്ടത്തിൽ പാമ്പ് അങ്ങോട്ട് കയറി ചെന്നിട്ട് നിങ്ങളെ പഴം പിടിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് പഴം പറിപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഓരോ ദിവസം ചെന്ന് ഓരോന്ന് പറഞ്ഞ് വശീകരിച്ച് ഹാലേലിയ അവൻ അങ്ങനെ പാപം ചെയ്യിക്കുന്നത്. നമ്മള് ശിംശോന്റെ കാര്യം എടുത്ത് അറിയാം. ശിംശോൻ ഒറ്റ ദിവസം കൊണ്ടാണോ ശിംശോന്റെ അഭിഷേക പോകാത്ത രീതിയിൽ പാപം ചെയ്തത്? അല്ല. ശിംശോൻ ആദ്യം എന്താ ചെയ്തത്? ആമേ ഹാലേലിയ ആമേ ഈ ചത്ത നസീർ വ്രതക്കാർ ചത്തനും തുടർന്ന് പറഞ്ഞ് ഹാലേലിയ ചത്തത് തൊട്ടതല്ല, അതിനുള്ളിരുന്ന കൂടി വെച്ച് വീഴുന്ന തേനും കൂടെ എടുത്ത് കഴിച്ചു. ഹാലേലിയ അത് ഒരു പാവം. പിന്നെ ആമേ ഹാലേലിയ ഒരു വേശ്യാ സ്ത്രീയോട് പോയി രണ്ടാമത് അടുത്ത മറ്റൊരു സ്ത്രീയെ കണ്ടു മോഹിച്ചിട്ട് അവളുടെ മടി കൊണ്ട് തല വെച്ചു കൊടുത്തു. ഹാലേലിയ പറയുന്ന പറഞ്ഞിട്ട് രഹസ്യങ്ങളൊക്കെ അവർക്ക് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ ഓരോ ദിവസവുമായിട്ട് പാപം ചെയ്താണ് അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ പെട്ടെന്ന് പാപം ചെയ്യുന്നത്. ഇവിടെ അത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ ദൈവം അറിയുന്നില്ല, ആരും അറിയുന്നില്ല, ഉടനെ പാസ്റ്റർക്കും തിരിച്ചറിയുന്നില്ല, ആർക്കും തിരിച്ചറിയുന്നില്ല, കുഴപ്പമില്ല, അടുത്തത് ചെയ്യാം. ഹല്ലേലൂയ. ഈ ചിന്ത മനുഷ്യനെ ഭരിക്കരുത്. കാരണം പരിശുദ്ധാത്മ ഇറങ്ങി നിൽക്കുന്ന സാന്നിധ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല കള്ളം പറഞ്ഞുകൊണ്ട്. ഇന്ന് പരിശുദ്ധാത്മ അത്രത്തോളം വ്യാപരിക്കാനായിട്ട് ഒരു സഭയ്ക്കുള്ളിൽ സംഭവിക്കുന്നില്ല. അതിന് വേണ്ടുന്ന ശരീരം, ഞാൻ പരിശുദ്ധാത്മ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആത്മാവിന് പൂർണ്ണതയോട് വ്യാപരിക്കാൻ പറ്റിയൊരു ശരീരം ഇന്നില്ല. അതാണ് സത്യം. കാരണം വെച്ചാൽ എല്ലാ ജഡത്തിന്റെ സ്വഭാവം കൊണ്ട്, ജഡത്തിന്റെ ഹാലേലിയ ആമേ പ്രവൃത്തികൾ കൊണ്ട് നടക്കുന്ന ശരീരങ്ങളായി ഇന്നെല്ലാം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്, ജഡം നമ്മളെ ഭരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ നിൽക്കുന്നെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് പൂർണ്ണതയോട് നമ്മൾ വെളിപ്പെടുത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ആത്മാവിന്റെ ഫലമുള്ളവരിലെ വരുവുള്ളൂ. ഹാലേലൂയ. ആത്മാവിന്റെ ഫലത്തിലൂടെ തന്നെയാണ് ആത്മാവിന്റെ ഫലവും ഒന്നിച്ചു ചേരുമ്പോഴാണ് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഫലമില്ലാത്തവരിലൂടെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ഹാലേലൂയ. ആത്മാവിന്റെ വരം എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരുടെ മേലും കൃപാവരങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാപിച്ചവരുടെ എല്ലാവരുടെ മേലും 9 കൃപാവരം ഉണ്ടാവും. പക്ഷെ ഇത് എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല, എന്തുകൊണ്ട് പ്രവൃത്തിയിലേക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫലമില്ലാത്തത് കൊണ്ടാണ് വരുന്നത്. ഫലം എന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സ്വഭാവം ഇല്ലാത്ത ആത്മാവിന്റെ പ്രവൃത്തി എങ്ങനെ വരുന്നത്? ചക്കയ്ക്കകത്തുനിന്ന് പ്ലാവ് വെച്ചാൽ ചക്കയ്ക്കകത്ത് മാങ്ങ പറിക്കാമെന്ന് വിചാരിക്കണ്ട. ചക്കയിൽ നിന്ന് പറയുന്ന പ്ലാവിൽ നിന്ന് ചക്ക മാത്രമേ വരുവുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ആ ചക്കയുടെ ആ പ്ലാവിന്റെ അല്ലെങ്കിൽ ഫലം എന്താന്ന് വെച്ചാൽ അത് ചക്കയാ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി, ഒരു ആമ്യ അല്ലെ അത് പ്രവൃത്തി തലത്തിലേക്ക് ഒരു പ്രാക്ടിക്കലിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ, അതുകൊണ്ടാണ് നടക്കാത്തത്. ഇവിടെ പറഞ്ഞ അനന്യ സഫീറയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുക. അപ്പൊ അത് സഫീറ വീണ്ടും വ്യാജം പറയുമ്പോ പത്രോസ് പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവിന്റെ പരീക്ഷ നിങ്ങൾ തമ്മിൽ ഒത്തത്, എന്നെ പരീക്ഷിക്കാൻ ഒത്തതെന്നല്ല ചോദിച്ചത്. പത്രോസ് എന്നോട് നിങ്ങൾ എന്താ വ്യാജം കാണിച്ചത്, അല്ലെ എന്റെ മുമ്പിൽ എന്തിനാ കള്ളം പറഞ്ഞെന്നല്ല ചോദിച്ചത്. കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതുണ്ട്. അപ്പൊ ആത്മാവിനെ പരീക്ഷിക്കുക ചെയ്ത് നമ്മൾ കള്ളത്തരം ചെയ്യുമ്പോൾ, അല്ലെ എന്താ വെച്ചാൽ ഞാനൊരു കള്ളം പറയുമ്പോൾ അല്ലെ ആത്മാവിന് ഇതെന്തുകൊണ്ടാണ് ഇതിനകത്ത് വരുന്ന ഒരു ദോഷവശം കൂടെ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാര് ആള് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ല ഞാൻ എന്തോ സംഭവമാണല്ലോ, എനിക്കെന്തോ കൃപാവരമുണ്ട്, അല്ലെ എനിക്കെന്തോ ശുശ്രൂഷയുണ്ട്, ഇത് 10 പേർ അറിയണമെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹാലേലിയ ആണെന്ന് വിചാരിച്ച് ഒപ്പിച്ചു വെച്ച് സാഹചര്യങ്ങൾ അനുസരിച്ച് ചില ആലോചനകൾ, ചില വെളിപ്പാടുകൾ ചിലർ പറയും. ഇത് പറയുമ്പോ എന്താ സംഭവിക്കുന്നറിയാം? ഇത് പറഞ്ഞ അവര് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് അവരുടെ ജീവിതത്തിൽ ഹാലേലിയ നന്മയായി വരുത്തില്ല. ഇവിടെ അനന്യാസം സൗകര്യം മരിച്ചു വീണതുപോലെ മരണം സംഭവിക്കുന്നില്ലെങ്കിൽ പോലും പല മേഖലയിലും ജീവൻ മാറും അവരുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അത് അവരുടെ ശരീരത്തിലായിരിക്കും, ചിലപ്പോൾ തലമുറയിലായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികത്തിലായിരിക്കും, ചിലപ്പം കുടുംബ സമാധാനത്തിലായിരിക്കും. എവിടെയെങ്കിലും ഇതിന്റെ ഒരു എഫക്റ്റ് അവർ തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട്.
ഇത് മനസ്സിലായി. നമ്മൾ അതുകൊണ്ടേ പറയും, ശുശ്രൂഷകരായി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയാത്ത ശുശ്രൂഷകളൊന്നും ചെയ്യാതെ, ദൈവം കാണിക്കാത്തതും പറയാത്തതും നമ്മൾ ആളാകാൻ വേണ്ടി പറയരുത്. കാരണം നമ്മൾ അവിടെ ആളാകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ ഞാനെന്ന പാവം വരുന്നോണ്ടാണ്. ഞാനല്ല ശുശ്രൂഷ ചെയ്യുന്നത്, എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച പരിശുദ്ധാത്മാവ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മളത് പറയാനായിട്ടും മെനക്കെടത്തില്ല. ഹല്ലേലൂയ. അത് ചെയ്യാനായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ലതല്ല. അതുകൊണ്ട് ഇവിടെ പരീക്ഷിക്കരുത്, പരിശുദ്ധാത്മാനെ പരീക്ഷിക്കരുത്. നമ്മൾ ആരും ഇപ്പൊ നമുക്ക് പരിശുദ്ധാത്മാനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയാനായിട്ടും ഇരിക്കരുത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറ്റം പറയുന്ന അനേകരുണ്ട്. അന്യഭാഷ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എടുത്തിട്ട് സിനിമാ പാട്ടിന്റെ കൂടെ കലർത്തി പറയുന്ന ആൾക്കാരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. കളിയാക്കുന്നവരൊക്കെ അവരുടെ അറിവില്ലായ്മയാണെന്നെങ്കിൽ ചിലപ്പോൾ ദൈവം ക്ഷമിച്ചേക്കുമായിരിക്കും ഞാൻ പറയും. പക്ഷേ എന്നാലും നമ്മൾ പറയരുത്, ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് വെക്കരുത്. കാരണം ഇവിടെ പരിശുദ്ധാത്മാവ് പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത്, ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട് കാൽ വാതിക്കലുണ്ട്. അപ്പോഴാ പത്രോസ് പറയുന്നേ, നിന്റെ ഭർത്താവ് നേരത്തെ വന്ന് ഇതുപോലെ പരിശുദ്ധാത്മ പരീക്ഷിച്ച് വ്യാജം പറഞ്ഞു, പക്ഷെ പുള്ളി ഏതാ കുഴിച്ചിട്ട് ഒരു വാതിക്കലുണ്ട്. അത് ഇച്ചിരി ക്രൂരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സഭയുടെ അതോറിറ്റിയെ കാണിക്കുന്നത്. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാനായിട്ട് അന്നുള്ള അപ്പോസ്തലന്മാർ ധൈര്യപ്പെട്ടതിനെ കാണിക്കുന്നു. ഞാൻ ചെയ്യുന്ന തെറ്റ് ചെയ്തിട്ടും കള്ളത്തരം ചെയ്തിട്ടും ചെല്ലുന്നവരോട് സോപ്പടിച്ച് വെള്ള പൂശി സുഖിപ്പിച്ച് വിടുന്നതല്ല അന്നത്തെ സഭയുടെ ശുശ്രൂഷ. പൗലോസ് ചെയ്തില്ലേ? ആ ഒരാള് എന്താ പറയാ, പൗലോസ് സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറിയപ്പോൾ പറഞ്ഞു, ദുഷ്ടനെ കപടതയുള്ളവനെ നീ കുറച്ചു നേരം നിന്റെ കണ്ണ് കാണാതെ പോട്ടെ, അല്ലെങ്കിൽ ആടഞ്ഞു പോട്ടെ. കുറച്ചു നേരത്തേക്ക് പറഞ്ഞില്ലേ? സംഭവിച്ചില്ലേ? എന്താ അത് ശപിച്ചതാണോ? അല്ല, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്നവരാണ്. അതോറിറ്റി അത് കാണിക്കുന്നത്. ദൈവത്തിന് എതിരായിട്ട്, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരായിട്ട്, സഭയ്ക്കെതിരായിട്ട്, ദൈവദാസന്മാർക്കെതിരായിട്ട് നിൽക്കുന്നവരുടെ മേൽ നിൽക്കുന്നവരെ അവരുടെ മേൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവർ പറയാനുള്ള അതോറിറ്റി നമുക്ക് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അതെന്നത്തേക്ക് ശാപത്തിൽ പോട്ടെന്നല്ല പറഞ്ഞത്, കുറച്ച് സമയത്തേക്ക്. ഈ ഇടയ്ക്ക് ദിവസം ഞാനിങ്ങനെ കേട്ടൊരു സാക്ഷിയാണ്, അനുസരണം. അതിനെക്കുറിച്ച് കേട്ടപ്പോഴാണ് പറഞ്ഞേ, കുഞ്ഞുങ്ങള് എല്ലാവരുടെ ഇങ്ങനെ സഭയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ദേവദാസൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു വിരുദ്ധൻ എന്ന് വെച്ചാൽ കണ്ണ് തുറന്നു പിടിച്ചോണ്ടിരുന്നു. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിയപ്പോൾ അവൻ പാസ്റ്ററോട് വന്നിട്ട്, പാസ്റ്ററെ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്ന, അടയ്ക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ അതെന്ത് പറ്റി? അത് പാസ്റ്റർ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ കണ്ണ് തുറന്ന് എല്ലാവരും എന്താ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്, കണ്ണടച്ചില്ല. ഹല്ലേലൂയ. എന്താ? അവനൊരു അനുസരണക്കേട് കാണിച്ച്. അവിടെ കുഞ്ഞുങ്ങളെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് തുറന്ന്, അതുകൊണ്ട് അവനെ കുറച്ച് കഴിയുമ്പോൾ കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ പാസ്റ്റർ മോൻ സാരമില്ല, അവിടെ പോയിട്ട് യേശപ്പച്ചയോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. അങ്ങനെ പോയിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ കൊച്ചിന്റെ കണ്ണ് ശരിയായി. ഇത് ആ കുഞ്ഞിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം അത് ചെയ്തത്? അല്ല. കാരണം അവൻ നല്ലൊരു കുഞ്ഞായിട്ട് അനുസരണത്തോട് വളർന്നു വരണമെന്ന് വിചാരിച്ച് ദൈവം കൊടുത്ത ഒരു ചെറിയ ശിക്ഷ, നമ്മളുടെ ബാലശിക്ഷ എന്ന് പറയാം, കൊടുത്ത്. അതെന്താ? ആ കുഞ്ഞിന്റെ കണ്ണ് തുറപ്പിച്ചു. അതെന്താ? ഞാൻ അനുസരണമുള്ളവനാകണം, ദൈവസന്നിധി കപടത കാണിക്കാൻ പാടില്ല, എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്നിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്ന് അവനൊരു പാഠം ദൈവം പഠിപ്പിച്ചു കൊടുത്തതാണ്. ദുഷ്ടത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതുപോലെ ഇവിടെ സഭ ഇന്ന് നിൽക്കുന്ന അന്ന് സഭയുടെ ആരംഭ കാലഘട്ടമാണ്. ഇവിടെ അതുപോലൊരു കാര്യം നടന്നില്ല എങ്കിൽ അവിടെയുള്ള സകലവും നാളെ കള്ളത്തരം കാണിച്ച് ഈ സഭ എവിടേക്ക് പോയാണ്? കള്ളന്മാരുടെ ഗുഹയായി മാറിയനായിരുന്നു. ഹല്ലേലൂയ. അവിടെ സഭീരയ്ക്ക് ഒരു അവസരം കൊടുത്തു. അപ്പോഴാ പത്രോസ് പറയുന്നത്, നിന്റെ ഭർത്താവിന്റെ കുഴിച്ചിട്ട കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്ത് കൊണ്ടുപോകുന്നത്. കാരണം ഇത് പറയാൻ കാര്യം, പത്രോസ് സഭീരെ ശപിക്കുകയല്ല, നീ വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ച് ഭർത്താവിന് ശിക്ഷ വന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒരു അവസരം കൊടുത്ത് ഭാര്യ തിരുത്താൻ തയ്യാറായിട്ടില്ല, ഭാര്യയ്ക്കും വരെ ശിക്ഷ. സഭയ്ക്കുള്ളിൽ ഭാര്യയും ഭർത്താവോടൊന്ന് ശുശ്രൂഷിക്കുകയാണ്, അല്ലെ രണ്ടുപേരുണ്ട്, പാസ്റ്ററും വൈഫും ആണ്. പാസ്റ്റർ ആന്റി ആണെങ്കിൽ പാസ്റ്ററിനെ കൂടെ കള്ളത്തരത്തിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഭാര്യയ്ക്ക് ശിക്ഷാവിധി ഉണ്ട് എന്നുള്ളത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇത്
ആമേൻ. നമ്മളെല്ലാവരും കർത്താവ് യേശു ക്രിസ്തു ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. അവിടെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും പറഞ്ഞു, ഓരോ കാര്യങ്ങൾ അതിനെല്ലാം ശിക്ഷയുണ്ട്. പരിശുദ്ധാത്മയുടെ വ്യാജം കാണി, പരിശുദ്ധാത്മയെ കുറിച്ച് ദൂഷം പറഞ്ഞ്, പരിശുദ്ധാത്മയെ ദൂഷിച്ച് കള്ളത്തരം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടും. ഇത് ഓർത്തു വെച്ചോണ്ട് എല്ലാവരും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അത് കഴിഞ്ഞിട്ട് അപ്പോ ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ട് ഭർത്താവിന്റെ അരികെ കുഴിച്ചു. സർവ്വസഭയ്ക്ക് ഇത് കേട്ട് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. വീണ്ടും വന്ന് മഹാഭയം. അപ്പൊ ഇത് സംഭവിച്ചപ്പോൾ സർവ്വസഭയ്ക്കും മഹാഭയം ഉണ്ടായി. ഇന്ന് മഹാഭയം പോയിട്ട് ഒരു ഭയം പോലും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അങ്ങ് വർദ്ധിച്ചതുകൊണ്ട് ഇന്ന് ഇതുപോലെ നടക്കാഞ്ഞിട്ടല്ല കേട്ടോ. അങ്ങനെ വിശ്വസിക്കല്ലാരും. ഇന്ന് പരിശുദ്ധാത്മാവ് അതുപോലെ നിൽക്കുന്ന സഭ, പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് പല സഭയിലും നമ്മൾ പോയിട്ട് നോക്കണം. കാരണം അവിടെ നിൽക്കുന്നത് പല സഭയിലും ഇന്ന് പരിശുദ്ധാത്മാവിനെക്കാട്ടി കൂടുതൽ ദുരാത്മാവാണ് ഭരിക്കുന്നത്. കാരണം സ്വസ്നേഹം, ദ്രവ്യാഗ്രഹം, അസൂയ, ഭിന്നത, കപടത, ദൂഷണം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പരിശുദ്ധാത്മ ഇതിന്റെ ഒന്നും ആത്മാവല്ല. അതുകൊണ്ട് ഇന്ന് സഭയ്ക്കുള്ളിൽ ആരെന്ത് കള്ളത്തരം പറഞ്ഞാലും ഒരു അനക്കവും ഇല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നിൽക്കുന്നത് ഏതാത്മാവാണെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാന്റെ അഭിഷേകം അതുപോലെ വ്യാപരിക്കുന്ന സഭയിലാണെങ്കിൽ ഇന്നും നടക്കും ഇതുപോലെ കാര്യങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നങ്ങനെ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാം, ഇന്ന് നിങ്ങൾ പോകുന്ന സഭയിലൊക്കെ പരിശുദ്ധാത്മ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആണെന്ന് തോന്നുന്നിടത്ത് പോയി നിങ്ങളൊരു കള്ളത്തരം കാണിച്ചു നോക്കിക്കേ, വിവരം അറിയും. സ്പോട്ട് ചിലപ്പോൾ മരിച്ചു വീഴത്തില്ല, പക്ഷേ ജീവിതത്തിൽ പല മരണങ്ങളും നടക്കുക ആ സമയത്ത്. ഹല്ലേലൂയ. നമുക്ക് ജീവൻ ഉണ്ടാകേണ്ട, വെളിച്ചമുണ്ടാകേണ്ട പല സ്ഥലത്തും ഇരുൾ വ്യാപരിച്ച് കിടക്കുന്നതിന്റെ കാരണം അത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പത്രോസ് ആരെയും ശപിച്ചിട്ടില്ല, പത്രോസ് ആരോടും ഹല്ലേലൂയ ദുഷ്ടത കാണിച്ചിട്ടില്ല. പത്രോസ് അല്ല. ഹല്ലേലൂയ. കാരണം അവിടെ ദുഷ്ടത കാണിച്ച്, കള്ളത്തരം കാണിച്ച്, കപടത കാണിച്ചവരെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് ശിക്ഷിച്ചതെങ്കിൽ ഇന്നും കള്ളത്തരവും കപടതയായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലും ശിക്ഷാവിധി വരും. പരിശുദ്ധാത്മാവ് സകലത്തെ അറിയുന്ന ആത്മാവാണ്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ദൈവം നമ്മളോട് ചിലപ്പോൾ നമുക്ക് ചാൻസ് തരും, ദീർഘക്ഷമയുള്ള ദൈവം. ഇതൊക്കെ പറയുമ്പോഴും ആത്മാവിന്റെ മുമ്പിൽ ആരും വ്യാജം കാണിക്കാനായിട്ട് നിൽക്കരുത്. ആത്മാവിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയാനിരിക്കല്. നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല. കാരണം സർവ്വ അതോറിറ്റിയുമുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ആത്മ ഒരിക്കലും അനീതി ചെയ്യത്തില്ല, നീതികേട് പ്രവർത്തിക്കത്തില്ല. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് ദൈവം പറയാറുണ്ട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. നിങ്ങൾ ഭൂമിയിലുള്ളതനുസരിച്ച് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഉയരത്തിലുള്ള വിചാരങ്ങളാണ് ദൈവത്തിന്. അപ്പൊ ദൈവം ഒരിക്കലും അനീതിയുള്ള ദൈവമല്ല. സർവ കൃപാലുവായ സർവശക്തനായ നമ്മുടെ ദൈവം ഒരിക്കലെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധി ഉപദേശത്തിനായിട്ടും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അപ്പോസ്തലർ 5-ാം അധ്യായത്തിൽ പത്രോസ് ശപിച്ചു എന്നോ പത്രോസ് അവരെ കൊന്നു എന്നൊന്നും ആരും പറഞ്ഞു നടക്കരുത്. കാരണം അത് നിങ്ങൾക്ക് അവിടെ പത്രോസ് ആ വാക്യം ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ട് ശരിയായിട്ടൊന്ന് മനസ്സിലെടുത്ത് വായിച്ചാൽ മനസ്സിലാകും അത് ഹല്ലേലൂയ അവിടെ എന്താ സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ആർക്കും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് മാത്രമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല മനസ്സോട് നന്മയായിട്ട് കണ്ട് മനസ്സിലാക്കാമെങ്കിൽ ആ നന്മ എന്താ നമുക്ക് വെളിപ്പെട്ട് വരും. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. ഞായറാഴ്ചയാണ്, എല്ലാവരും ചർച്ചിലേക്ക് കടന്നു പോകുന്നവരാണ്. അവിടെ ചെന്ന് നിന്നും എന്തെങ്കിലും ചോദിക്കും, എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു പറയരുത്. എന്തുകൊണ്ട് മടി പിടിച്ചാൽ വരാതിരുന്നതെന്ന് സത്യം പറഞ്ഞ് സംസാരിച്ച് പഠിക്കുക എല്ലാവരും. ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.